സാങ്കേതിക സർവകലാശാലയിൽ ക്ലാസ്സിൽ ഹാജരാകാത്ത വിദ്യാർത്ഥികളെ എംടെക് പാസാക്കാൻ ഓംബുഡ്സ്മാന്റെ വിചിത്ര ഉത്തരവ്. ഹാജർ നൽകാൻ വിസമ്മതിച്ച അധ്യാപകന് എസ്എഫ്ഐയുടെ പരാതി പ്രകാരം സ്ഥലം മാറ്റം. പിന്നിൽ തലശ്ശേരിയിലെ ഒരു ജനപ്രതിനിധിയെന്ന് ആരോപണം. തലശ്ശേരി കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ്സിൽ ഹാജരാകാതെ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന എംടെക് വിദ്യാർത്ഥികളുടെ തടഞ്ഞുവച്ചിരിക്കുന്ന പരീക്ഷാഫലങ്ങൾ ഉടനടി പ്രസിദ്ധീകരിക്കാനാണ് സർവകലാശാല ഓംബുഡ്സ്മാൻ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഉത്തരവിട്ടത്. എംടെക് വിദ്യാർത്ഥികളായ പി.വി. ദൃശ്യയ്ക്ക് ബാംഗ്ലൂർ വിപ്രോയിലും മുഹമ്മദ് സെയ്ൻ റഫീന് ബാംഗ്ലൂർ ഇന്റലിലും സ്ഥിരം ജോലി ലഭിച്ചതുകൊണ്ട് കോളേജിൽ ഹാജരാകുന്നില്ല. പ്രവേശനം നേടിയ മറ്റൊരു എംടെക് വിദ്യാർത്ഥിനി ഭാഗ്യശ്രീ കോളേജിൽ ഹാജരായിട്ടില്ല. റെഗുലർ വിദ്യാർത്ഥികളായി പ്രവേശനം നേടിയ ഇവർ പഠനകാലത്ത് മറ്റ് സ്ഥിരം ജോലികൾക്ക് പോകുന്നില്ല എന്ന സത്യവാങ്മൂലമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ കോളേജിൽ സ്ഥിരമായി ഹാജരാകാത്ത വിദ്യാർത്ഥികൾക്ക് നിശ്ചിത 75% ഹാജർ നൽകാൻ അധ്യാപകൻ വിസമ്മതിച്ചു. ഹാജർ നൽകാതിരുന്നതിന് തെളിവായി കമ്പനികളിൽ ജോലി ചെയ്യുന്നതിന്റെ രേഖകൾ ഹാജരാക്കിയ അസിസ്റ്റന്റ് പ്രൊഫസർ കെ ബിനീഷിനെ കോളേജിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെയും എസ്എഫ്ഐയുടെയും പരാതികളുടെ അടിസ്ഥാനത്തിൽ കേപ്പ് കോളേജ് മാനേജ്മെന്റ് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സ്ഥലം മാറ്റി. നിശ്ചിത ഹാജർ കുറവ് മൂലം എംടെക് പരീക്ഷാ ഫലം തടഞ്ഞുവെച്ച 3 വിദ്യാർത്ഥികളുടെ അപേക്ഷ പരിഗണിച്ച ഓംബുഡ്സ്മാൻ ഇവരുടെ പരീക്ഷാ ഫലങ്ങൾ ഉടനടി പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിടുകയായിരുന്നു. പരാതിക്കാരനായ അധ്യാപകനെ വിദ്യാർത്ഥിയോടൊപ്പം തലസ്ഥാനത്ത് സർവകലാശാല ആസ്ഥാനത്ത് ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ഹിയറിംഗ് തീയതിക്ക് 2 ദിവസം മുൻപാണ്. അതുകൊണ്ട് ഹാജരാകാൻ മറ്റൊരു ദിവസം അനുവദിക്കണമെന്ന അധ്യാപകന്റെ അപേക്ഷ തള്ളിയ ശേഷം ഏകപക്ഷീയമായി പരീക്ഷാഫലങ്ങൾ ഉടനടി പ്രസിദ്ധീകരിക്കാൻ ഓംബുഡ്സ്മാൻ 2 വരിയിലുള്ള ഉത്തരവിടുകയായിരുന്നു. ഹാജർ രേഖകളോ സമാന്തരമായി വിദ്യാർത്ഥികൾ കമ്പനികളിൽ ജോലി ചെയ്യുന്നതായ രേഖകളോ പരിശോധിച്ചതായി ഉത്തരവിൽ പരാമർശം പോലുമില്ല. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഓംബുഡ്സ്മാൻ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ നീക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകി. കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരമുള്ള 75% ഹാജർ വേണമെന്ന നിബന്ധന ഒഴിവാക്കി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ ഓംബുഡ്സ്മാൻ നൽകിയ ഉത്തരവ് റദ്ദാക്കണം. ഓംബുഡ്സ്മാനായി നിയമിച്ചിട്ടുള്ള മുൻ സംസ്കൃത സർവകലാശാല വിസി ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ രാഷ്ട്രീയാടിസ്ഥാനത്തിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ നിഷ്പക്ഷ തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ട ഓംബുഡ്സ്മാൻ പദവിയിൽ നിന്നും ഉടനടി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഓംബുഡ്സ്മാന്റെ ഉത്തരവ് ശരിവച്ചാൽ കോളേജുകളിൽ റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഹാജർ നിബന്ധന തടസ്സമാവില്ലെന്നും തലശ്ശേരിയിലെ ജനപ്രതിനിധിയുടെ സമ്മർദ്ദങ്ങൾക്ക് ഓംബുഡ്സ്മാൻ വഴങ്ങുകയായിരുന്നുവെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.